Hello kids, good morning to all. Today we are starting our 9th lesson, measurement. In this chapter you study 2-3 important things, that is length, volume, weight, time, rainfall, temperature. These are the important things you studied in this chapter. Before watching this class, you must take your textbook and notebook. Okay, shall we start now? First is, do you know that what is the importance of these things in our life? It is very important one, because you must understand the importance of measuring things, and then you must know and identify different measuring instruments in our day-to-day life. Okay, so shall we start now? First is, we discussed about length. Okay, length is used to know how long a thing is. Okay, it is used to measure a thing. Okay, ഏതെങ്കിലും ഒരു വസ്തു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. It is used in meters. മീറ്റേഴ്സിലാണ് നമ്മൾ അളക്കുന്നത്. Okay, we use a ruler, a meter rod or a measuring tape to measure length. നമ്മൾ ഒരു വസ്തുവിന്റെ നീളം അളക്കാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സ്കെയിൽ ഉണ്ട്. നിങ്ങളുടെ കയ്യിലെ സ്കെയിൽ ഇല്ലേ? ഓക്കെ, 15 സെന്റിമീറ്റർ ആണ് ആ സ്കെയിൽ ഉണ്ട്. ലോങ് സ്കെയിലും ഉണ്ട്, ഷോർട്ട് സ്കെയിലും ഉണ്ട്. സ്കെയിൽ ഉണ്ട്, പിന്നെന്താണ്, മീറ്റർ റോഡ് ഉണ്ട്, മെഷറിംഗ് ടേപ്പ് ഉണ്ട്. ഓക്കെ, the meter rod or scale is divided into 100 equal divisions called centimeters. ഒരു മീറ്റർ റോഡ് എന്ന് പറയുന്നത് 100 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 100 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ സെന്റിമീറ്റർ എന്ന് പറയും. ഓക്കെ, സെന്റിമീറ്റർ. ദ ഷോർട്ട് ഫോം ഈസ് CM. CM എന്നാണ് സെന്റിമീറ്ററിന്റെ ഷോർട്ട് ഫോം. ഈച്ച് സെന്റിമീറ്റർ ഈസ് ഡിവൈഡഡ് ഇൻടു 10 സ്മോൾ ഡിവിഷൻസ്. ഓരോ സെന്റിമീറ്റേഴ്സും 10 സ്മോൾ ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് മില്ലിമീറ്റേഴ്സ്. എന്താണ്? മില്ലിമീറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ്, യു മസ്റ്റ് സ്റ്റഡി ദീസ് ടു തിങ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് 10 millimeters equal to 1 centimeter. Okay, 10 millimeters equal to 1 centimeter. Okay, next is 100 centimeter equal to 1 meter. 100 centimeter equal to 1 meter. Okay, so did you notice that 3 pictures in your textbook that show a scale, meter rod and a measuring tape? Okay, നിങ്ങൾക്ക് ഈ മെഷറിംഗ് ടേപ്പ് ഒക്കെ എന്താണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എ റൂളർ മെഷേഴ്സ് ലെങ്ത് ഇൻ സെന്റിമീറ്റേഴ്സ് ആൻഡ് മില്ലിമീറ്റേഴ്സ്. ഓക്കെ, നിങ്ങളുടെ കയ്യിലെ ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങളുടെ ലെങ്ത് അളക്കണമെങ്കിൽ നിങ്ങളുടെ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാം. ഈ സ്കെയിൽ എന്ന് പറയുന്ന സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലുമാണ് അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എ മെഷറിംഗ് ടേപ്പ് മെഷേഴ്സ് ലെങ്ത് ഇൻ മീറ്റേഴ്സ് ആൻഡ് സെന്റിമീറ്റേഴ്സ്. ഒരു മെഷറിംഗ് ടേപ്പിൽ എന്തൊക്കെയാണ്? മീറ്ററും സെന്റിമീറ്ററിലുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വെരി ലോങ് ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ഇൻ കിലോമീറ്റേഴ്സ്. കിലോമീറ്റേഴ്സിലാണ് വെരി ലോങ് മെഷേഴ്സ് നമ്മൾ മെഷർ ചെയ്യുന്നത് കിലോമീറ്റേഴ്സിലാണ്. കിലോമീറ്റേഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വീട് മുതൽ സ്കൂൾ വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യണം. അത് നമുക്ക് കിലോമീറ്ററിലെ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് വെരി ലോങ് ഡിസ്റ്റൻസ്. അത് ഒരിക്കലും നമുക്ക് സ്മോൾ സ്കെയിൽ കൊണ്ടോ ഒരു മീറ്റർ റോഡ് കൊണ്ടോ ഒന്നും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് വെയിറ്റ്. ഓക്കെ, വെയിറ്റ് ഈസ് മെഷേർഡ് ഇൻ ഗ്രാംസ് ആൻഡ് കിലോഗ്രാംസ്. വെയിറ്റ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഭാരം, അത് നമ്മൾ അളക്കുന്നത് എന്തിലൊക്കെയാണ്? ഗ്രാംസിലും കിലോഗ്രാംസിലും ഒക്കെയാണ് അളക്കുന്നത്. വി യൂസ് എ ബാലൻസ് ഓർ എ വെയിങ് മെഷീൻ ടു മെഷർ വെയിറ്റ്. There are different types of balances. 2 type balances ഉണ്ട്. എന്തൊക്കെയാന്ന് നോക്കിയേ. In a beam balance, the thing to be weighed is put in one pan and weights on the other pan to balance the thing. Okay, first one, beam balance. Beam balance എങ്ങനെയാണ് ഒരു വസ്തു ബാലൻസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Okay, the thing to be weighed is put on one pan. ഏതാണോ വസ്തു ആ ഒരു വസ്തു നമ്മൾ ഒരു പാനിലേക്ക് വെച്ചു. അതിനുശേഷം അതിന് ഏകദേശം വരുന്ന വെയിറ്റും നെക്സ്റ്റ് പാനിലും വെച്ച് നമ്മൾ അതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് തിങ്സ് ക്യാൻ ഓൾസോ ബി മെഷേർഡ് ഓൺ എ വെയിങ് മെഷീൻ. നെക്സ്റ്റ് ഈസ് വെയിങ് മെഷീൻ. ഇറ്റ് ഈസ് വെരി ഫെമിലിയർ വിത്ത് അസ്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഈ വെയിങ് മെഷീനാണ്. ഈ ടെക്നോളജിയൊക്കെ കുറെ കൂടെ ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാ ഷോപ്സിലും നമുക്ക് കാണുന്നത് ഈ വെയിങ് മെഷീനാണ്. ഓക്കെ,
We weigh ourselves with the help of a weighing machine. നമുക്ക് തന്നെ ഏതൊരു വസ്തുവും എടുത്തു വെച്ചിട്ട് നമുക്ക് അതിന്റെ വെയിറ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഓക്കെ, സ്മോളർ വെയ്റ്റ്സ് ആർ മെഷർഡ് ഇൻ മില്ലിഗ്രാംസ് ആൻഡ് ഗ്രാംസ്. ചെറിയ വെയ്റ്റ്സ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിലാണ്? മില്ലിഗ്രാംസിലും ഗ്രാമിലും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 1 gram ഗോൾഡ്, 1 gram ഗോൾഡ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ? നമ്മൾ കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കാതിൽ കിടക്കുന്ന സ്റ്റഡ്, അതിന്റെ വെയിറ്റ് ഒന്ന് നോക്കിയാൽ വളരെ മൈന്യൂട്ട്, അത് ഗ്രാമിലാണ് അളക്കുന്നത്. ഓക്കെ, അതേപോലെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ വസ്തുക്കളെല്ലാം നമ്മൾ ഗ്രാംസിലാണ് അളക്കുന്നത്. ഓക്കെ, ലാർജർ വെയ്റ്റ്സ് ആർ മെഷീർഡ് ഇൻ കിലോഗ്രാംസ്. ഇനി വലിയ വെയിറ്റുകളുള്ള വസ്തുക്കളെ നമ്മൾ അളക്കുന്നത് കിലോഗ്രാംസിലാണ്. ഫോർ എക്സാമ്പിൾ റൈസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന 5 kg 10 kg 5 കിലോ 10 കിലോ 20 കിലോ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഒരു 5 gram 10 gram എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. അതൊക്കെ വെയിറ്റ് കൂടിയ വസ്തുവാണ്. അപ്പം നമുക്ക് ആവശ്യം അതേപോലെയാണ്, അതിന്റെ യൂസ് അനുസരിച്ചിട്ടാണ്. അപ്പം നമ്മൾ കിലോഗ്രാംസിലാണ് നമുക്ക് റൈസ് ഒക്കെ കിട്ടുന്നത്. ഓക്കെ, 1000 milligrams equal to 1 gram. 1 gram എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാമുകൾ ചേരുന്നതാണ് 1 gram എന്ന് പറയുന്നത്. ഓക്കെ, യു മസ്റ്റ് അണ്ടർലൈൻ ദാറ്റ് തിങ്. നെക്സ്റ്റ് ഈസ് 1000 grams equal to 1 kilogram. 1 kilogram എന്ന് പറയുന്നത് എന്താണ്? 1000 grams ആണ് 1 kilogram എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടൈം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ഈസി ഫോർ യു. എന്താണ് ഈ ടൈം? നമ്മൾ മാത്സിൽ പഠിക്കുന്നതാണ് അല്ലേ? ചെറിയ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഈ ടൈമിന്റെ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. ഡയൽ എന്താണെന്ന് പഠിക്കും, ഒരു ക്ലോക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട്, എത്ര സൂചികളുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? ടൈം ഈസ് മെഷർഡ് ഇൻ സെക്കൻഡ്സ്, മിനിറ്റ്സ് ആൻഡ് അവേഴ്സ്. സമയം നമ്മൾ അളക്കുന്നത് എന്തിലൊക്കെയാണ്? മിനിറ്റിലും സെക്കൻഡിലും അവർ മണിക്കൂറിലുമൊക്കെയാണ് നമ്മൾ സമയം അളക്കുന്നത്. ഓക്കെ, we measure time with the help of a watch or a clock. ഒരു ക്ലോക്ക് അല്ലെങ്കിൽ വാച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സമയം അളക്കുന്നത്. The face of the watch or clock is divided into 12 equal parts. Each part is equal to 1 hour. Okay, face of the clock, ആ ക്ലോക്കിന്റെ ഫേസ് 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്സും ഓരോ മണിക്കൂറുകളാണ് അല്ലേ? ഓക്കെ, each hour is further divided into 5 small parts. Each small part is equal to 1 minute. Each minute is further divided into 5 small parts. Each part is equal to 1 second. Okay, അതായത് ഒരു മണിക്കൂർ മുതൽ സെക്കൻഡ് വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മണിക്കൂർ അത് സെക്കൻഡുകളാകുന്നു. ഓക്കെ, സെക്കൻഡുകൾ പിന്നീട് മൈക്രോ സെക്കൻഡുകളാകുന്നു. ഓക്കെ, നോക്കിയേ, ദ ക്ലോക്ക് ഹാസ് 3 hands. ക്ലോക്കിന് എത്ര ഹാൻഡ്സ് ആണുള്ളത്? 3 ഹാൻഡ്സ് ഉണ്ട് അല്ലേ? ഇതൊക്കെയാണ് അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ് ആൻഡ് ദ സെക്കൻഡ് ഹാൻഡ്. ഓക്കെ, 60 seconds equal to 1 minute. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 60 minutes equal to 1 hour. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ഓക്കെ, 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. 24 hours equal to 1 day. ഒരു ദിവസം, നിങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര സമയമാണ്? 24 hours ആണ്. ഓക്കെ, 24 മണിക്കൂറാണ് നിങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വോളിയം. ഈച്ച് സബ്സ്റ്റൻസ് ഓക്യുപ്പൈസ് സം സ്പേസ്. ഓരോ വസ്തുവിനും ഇരിക്കാൻ കുറച്ച് സ്പേസ് വേണം അല്ലേ? ഓക്കെ, അതിനെയാണ് വോളിയം എന്ന് പറയുന്നത്. ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എനി സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഇറ്റ്സ് വോളിയം. വോളിയം ഈസ് ഓൾസോ കോൾഡ് കപ്പാസിറ്റി. വോളിയത്തിനെ നമ്മൾക്ക് കപ്പാസിറ്റി എന്നും പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ലിക്വിഡ് എ കണ്ടെയ്നർ ക്യാൻ ഹോൾഡ്. ഇത് കൂടുതലും ലിക്വിഡ്സിന്റെ കാര്യത്തിലാണ് നമ്മൾ വോളിയവും കപ്പാസിറ്റിയും ഒക്കെ പറയുന്നത്. ഓക്കെ, ലിക്വിഡ്സിന്റെ കാര്യത്തിലാണ് പറയുന്നത്. 1000 milliliters equal to 1 liter. എന്താണ്? 1000 milliliter ചേരുന്നതാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ 1 ലിറ്റർ വെള്ളം ബോട്ടിൽ വാങ്ങിക്കാറില്ലേ? 1 ലിറ്റർ മിൽക്ക്, 1 ലിറ്റർ മിൽക്ക്, ഇതൊക്കെ എത്രയാണ്? 1000 milliliters ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, വോളിയം ഈസ് മെഷേർഡ് ഇൻ ലിറ്റേഴ്സ് ആൻഡ് മില്ലിലിറ്റേഴ്സ്. വോളിയം ഈസ് മെഷേർഡ് ഇൻ liters and milliliters. We use special jars marked in milliliters and liters to measure volume. The liquid is poured into the jars and the volume is freed from the markings. Okay, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മില്ലിലിറ്റേഴ്സിൻ്റെ ഒക്കെ എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത് അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സിന്റെ പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടെമ്പറേച്ചർ. Sometimes we need to measure how hot or cold an object is. ഒരു വസ്തു ചൂടാണോ അല്ലെങ്കിൽ തണുപ്പ്, അത് നമുക്ക് അളക്കാനായിട്ടും ടൂൾസ് ഉണ്ട്. എന്താണ്? നമ്മൾ
തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചൂട് അളക്കുന്നത്. ഓക്കെ, ദ ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിന്റെ ഹോട്ട്നെസ്, ചൂട് അല്ലെങ്കിൽ തണുപ്പ്, അതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. വി മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് തിങ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ തെർമോമീറ്റർ. തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വസ്തുവിന്റെ ചൂട് അളക്കുന്നത്. ഓക്കെ, ദ ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ഇൻ ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹീറ്റ്. എന്താണ്? ദ ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ഇൻ ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ടെമ്പറേച്ചർ അളക്കുന്നത്. ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, അതിന് ഷോർട്ട് ഫോം ഉണ്ട്. ഡിഗ്രി സെൽഷ്യസിന് നോക്കിയേ, ഒരു ചെറിയൊരു സീറോ എഴുതിയിട്ട് ഒരു ക്യാപിറ്റൽ ലെറ്റർ സി. ഡിഗ്രി ഫാരൻഹീറ്റ് എങ്ങനെയാണ്? ഡിഗ്രിയുടെ ഒരു ചെറിയൊരു സീറോ പിന്നെ ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഓക്കെ, അതാണ് ഷോർട്ട് ഫോം. നിങ്ങൾ ഒരിക്കലും ഈ സെന്റൻസ് നീട്ടി വലിച്ച് എഴുതണമെന്നില്ല. ഡിഗ്രി സെൽഷ്യസ് എന്നോ ഡിഗ്രി ഫാരൻഹീറ്റ് എന്നോ വേണ്ട, അതിന്റെ ഷോർട്ട് ഫോമിൽ എഴുതിയാൽ മതി. ഓക്കെ, a room thermometer measures temperature from 0 degree Celsius to 100 degree Celsius. നമ്മുടെ ഒരു നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? A room thermometer measures temperatures from 0 degree Celsius to 100 degree Celsius വരെയാണ് നമ്മൾ അളക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ ക്ലിനിക്കൽ തെർമോമീറ്റർ മെഷേഴ്സ് അവർ ബോഡി ടെമ്പറേച്ചർ ഫ്രം 34 degree to 44 degree Celsius. നമ്മൾ ക്ലിനിക്കലി നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ക്ലിനിക്കൽ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ തെർമോമീറ്റർ കാണാറില്ല. ഓക്കെ, ആ തെർമോമീറ്ററിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 34 ഡിഗ്രി മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓക്കെ, അവർ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഈസ് 37 ഡിഗ്രി സെൽഷ്യസ് ഓർ 96.6 ഫാരൻഹീറ്റ്. നമുക്കൊരു ബോഡി ടെമ്പറേച്ചർ ഉണ്ട്. ഈ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കിയേ, മാർക്കിച്ചിനാവും. 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 96.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പനിയാണ് അല്ലെങ്കിൽ ഉള്ളിൽ ഫീവർ ഉണ്ട് എന്ന് ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആ തെർമോമീറ്റർ വെച്ച് അവർ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ഇനി നോക്കിയാൽ നോ യുവർ സയന്റിസ്റ്റ്. നമുക്കൊരു സയന്റിസ്റ്റിനെ പരിചയപ്പെടാനുണ്ട്. ആരാന്ന് നോക്കാം. ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് 1686 to 1736 was a German engineer who invented the first thermometer. നമ്മുടെ ഫസ്റ്റ് തെർമോമീറ്റർ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഡിഗ്രി ഫാരൻഹീറ്റ് അയാളുടെ പേരിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ ഒരു പേരും കൂടെ ലാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റെയിൻഫോൾ. The amount of rain that falls in a day or in a given time is measured with the help of an instrument called a rain gauge. Okay, നമ്മൾ മഴ അളക്കാനായിട്ട് ഒരു ഉപകരണം നമുക്കുണ്ട്. അതിന് പറയുന്ന പേരാണ് റെയിൻ ഗേജ് എന്ന് പറയുന്നത്. ഈ റെയിൻ ഗേജിൽ മഴ നമ്മൾ അളക്കുന്നത് മില്ലി ലിറ്ററിലാണ്. ഓക്കെ, മില്ലിമീറ്റേഴ്സിലും സെന്റിമീറ്റേഴ്സിലുമാണ് നമ്മൾ മഴ അളക്കുന്നത്. ഓക്കെ, മില്ലിമീറ്റേഴ്സിലും സെന്റിമീറ്റേഴ്സിലുമാണ് നമ്മൾ മഴ അളക്കുന്നത്. ആ ഒരു ഉപകരണത്തിന്റെ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, യു മസ്റ്റ് ബൈ ഹാർട്ട് ദ ഇക്വേഷൻസ് റിലേറ്റഡ് ടു ലെങ്ത്, വെയിറ്റ്, time, volume, temperature. Okay, this is very important thing. So you must read this textbook at least, this chapter at least 3 times. Okay, so we meet you in the next class. Thank you.